السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, മനുഷ്യഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മുഴങ്ങുന്ന കരുണയും സഹജീവിതവും ചേർന്ന സംഗീതമാണ് ഇസ്ലാം. മനുഷ്യനെ ആദരിക്കുകയും മനുഷ്യർക്കിടയിൽ സമാധാനം പകരുകയും ചെയ്യുന്ന മഹത്തായ സന്ദേശമാണ് ഇസ്ലാം മാനവികതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗന്ദര്യം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാ 70-ാം സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, നാം ആദം സന്തതികളെ ആദരിച്ചിട്ടുണ്ട്. മനുഷ്യനെ മനുഷ്യൻ എന്ന നിലയിൽ ആദരിക്കലാണ് ഇസ്ലാമിൻ്റെ ആദ്യ സന്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ വ്യക്തമാക്കി, ലാ ഫദ്ല അറബിയിൻ അലാ അജമിയിൻ വലാ ലി അജമിയിൻ അലാ അറബിയിൻ വലാ ലി അഹ്മറ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അഹ്മറ ഇല്ലാ ബിത്തഖ്വ. ഒരറബിക്കാരന് അനറബിക്കാരനേക്കാൾ മേന്മയില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ മേന്മയില്ല. ഈ പ്രഖ്യാപനം മനുഷ്യരാശിക്ക് സമത്വവും സാഹോദര്യവും നൽകുന്ന ശക്തമായ മാനവിക സന്ദേശമാണ്. പുതിയ കാല സാഹചര്യത്തിൽ മനുഷ്യചലനങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ കളിപ്പാട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 2024 മാത്രം 114 ദശലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി തെരുവുകളിലും ക്യാമ്പുകളിലും കഴിയുന്നു. അതിൽ വലിയൊരു വിഭാഗവും കുട്ടികളാണ്. ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയിൽ 10,000-കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം വീടുകൾ നഷ്ടപ്പെട്ട് ദുരിതത്തിലാവുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ 32-ാം സൂക്തത്തിലൂടെ നമ്മോട് പറയുന്നു, ഒരു മനുഷ്യനെ അനീതിയായി കൊന്നാൽ അത് മുഴുവൻ മനുഷ്യരെ കൊന്നതുപോലെയാണ്. നവസാഹചര്യത്തിൽ മനുഷ്യരിൽ മൃഗീയത്വം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യത്വ പരിണാമം ആവശ്യമായി തീരുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യരോട് കരുണ കാണിക്കാത്തവനോട് ആകാശത്തിൻ്റെ അധിപൻ കരുണ കാണിക്കുകയില്ല. വികസ്വര രാജ്യങ്ങൾ ആയുധ വിൽപ്പനയിൽ കോടികൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സമ്പന്നൻ്റെ സമ്പാദ്യം കുന്നുകൂടുമ്പോൾ, മറുവശത്ത് ലോക ജനസംഖ്യയുടെ 9% പേർ പ്രതിദിനം ഭക്ഷണമില്ലാതെ ജീവിക്കേണ്ടി വരുന്നു. ദരിദ്രർ വിശപ്പിൽ മരിക്കുന്നു. അന്നപ്പുരയിൽ ഉറുമ്പരിക്കുമ്പോഴും ആയുധപുര സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു, സമൃദ്ധമായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മനുഷ്യത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ദൃശ്യമുദ്രയാണ്. ഇസ്ലാമിൻ്റെ സന്ദേശം വ്യക്തമാണ്, സമാധാനവും നീതിയുമില്ലാതെ മനുഷ്യർക്ക് രക്ഷയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, യഥാർത്ഥ മുസ്ലിം മറ്റുള്ളവർ അവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതരായവനാണ്. ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാൻ വേണ്ടത് പരസ്പര സ്നേഹവും വിശ്വാസവുമാണ്, മറിച്ച് ഭീകരതയും ക്രൂരതയുമല്ല. സുഹൃത്തുക്കളെ, കോവിഡ് മഹാമാരിക്കാലം നമ്മെ പഠിപ്പിച്ചതെന്താണ്? 2018 പ്രളയം നമ്മെ തിരുത്തിയതെന്താണ്? ഒരാൾക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരാളുടെ പ്രയാസം സമൂഹത്തിൻ്റെ പ്രയാസമാകുന്നു. ഒരുവൻ്റെ വേദനയും അനീതി നിറഞ്ഞ മരണവും സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ ബാധിക്കേണ്ടതാണ്. നമ്മുടേതായ പ്രവർത്തനങ്ങളിൽ സമത്വം, കരുണ, സമാധാനം എന്നീ മൂല്യങ്ങളെ നടപ്പിലാക്കണം. നമ്മുടെ പ്രവർത്തികളിലൂടെയാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ വ്യക്തമാകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിൽ ജനങ്ങൾ കല്ലെറിഞ്ഞ് രക്തം ധാരയായൊഴുകിയപ്പോൾ പ്രതികാരം ചെയ്യാതെ, അവർക്കറിവില്ല അവരുടെ സന്തതിയിൽ നിന്ന് സത്യത്തെ തിരിച്ചറിയുന്നവരെ അള്ളാഹു ഉണ്ടാക്കും എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുത്ത മറുപടി. ഇവിടെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ച മാനവികത വ്യക്തമാകുന്നത്. ഫലസ്തീനിലെ നിരപരാധി കുട്ടിയുടെ കണ്ണീരോ ആഫ്രിക്കയിലെ വിശന്നവൻ്റെ നിലവിളിയോ നമ്മെ സ്പർശിക്കാതെ പോയാൽ നമ്മുടെ ഹൃദയം മരിച്ചിരിക്കുന്നു. ഇസ്ലാമിൻ്റെ കൽപ്പന ആ ഹൃദയം ജീവിപ്പിക്കാനാണ്. ഇസ്ലാമിൻ്റെ മാനവികതയുടെ സൗന്ദര്യം സമൂഹത്തിൽ നിന്ന് ലോകത്തേക്കും കുടുംബത്തിലേക്കും പ്രചരിപ്പിക്കണം, വ്യാപിപ്പിക്കണം. വാക്കുകൾക്കു വിട. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.